കഴിഞ്ഞ ദിവസം ഒപ്പിലൊരു രോഗി വന്നു. ഒരു VIP പേഷ്യൻ്റാണ്. അദ്ദേഹം വളരെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അതുകൂടാതെ ഫാമിലിപരമായിട്ടും അത്യാവശ്യം നല്ല റിച്ച് ഫാമിലി എന്ന് വരുന്ന ഒരാളാണ്. അദ്ദേഹം എൻ്റെ ഒന്ന് ചോദിച്ചു, ഡോക്ടറെ, ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോകാണല്ലോ, ഇപ്പോൾ മേയോ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജോൺ ഹോപ്കിൻസ് US-ലെ ജോൺ ഹോപ്കിൻസിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള, ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി കിട്ടും. അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എയിംസ് ന്യൂഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം അവിടെ നിന്നാണ് എൻ്റെ അടുക്കലോട്ട് പറഞ്ഞു വിട്ടത്, ഇവിടെ പോയി ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ചോദിച്ചു, ഡോക്ടറെ എനിക്ക് കിട്ടുമോ, എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, എനിക്കിതിനേക്കാളും ബെറ്റർ തെറാപ്പി അവൈലബിൾ ആണോ ലോകത്ത് എവിടെയും, ഞാൻ പോകാൻ തയ്യാറാണ്, ഈ കോസ്റ്റ് ഒരു ഇഷ്യൂ അല്ല. അങ്ങനെയുള്ളൊരു ചോദ്യം വരാൻ കാര്യം, പലപ്പോഴും നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ VIPs പലപ്പോഴും പല രോഗങ്ങൾ ചികിത്സിക്കുമ്പോൾ നമുക്കറിയാം അമേരിക്കയിൽ പോയി, UK പോയി തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മളെല്ലാവരും കാണാറുണ്ട്. അപ്പോൾ എന്താണ് സത്യാവസ്ഥ, അദ്ദേഹത്തിന് അത് അറിയണമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞൊരു കാര്യം, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവരും കാണും. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ US-ലോ UK-ലോ അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമോ? അപ്പോൾ അതൊരു ഫ്രാങ്കായിട്ട് ചോദിച്ചെങ്കിൽ വളരെ സന്തോഷമായി. കാരണം പുള്ളി ചോദിച്ചല്ലോ, അങ്ങനെ ചോദിക്കാനുള്ളൊരിതുണ്ട്, ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞൊരു കാര്യം തന്നെ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഇന്ത്യ നമുക്കറിയാം US-ലേക്കുള്ള പല ഫെസിലിറ്റീസ് ഇന്ത്യയിലില്ല പല കാര്യങ്ങളിലും. പക്ഷേ മെഡിക്കൽ സയൻസിൻ്റെ കാര്യത്തിൽ, റുമറ്റോളജിയുടെ കാര്യത്തിൽ നമുക്ക് സംസാരിക്കാം. റുമറ്റോളജിയുടെ ഇമ്മ്യൂണോളജിയുടെ തെറാപ്പിയിൽ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള തെറാപ്പിയുടെ 98% തെറാപ്പീസും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ഒരു ഡ്രഗിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മരുന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയും. മരുന്ന് പലപ്പോഴും US-ലും UK-ലും കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ എത്താനായിട്ട് ഒരു 5 മുതൽ 8 കൊല്ലം ഡിലേ വരുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്ത്യ ഒരു എമർജിംഗ് മാർക്കറ്റാണ്. ഇന്ത്യ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ കമ്പനികളും ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് തന്നെ ലോക മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത് 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത്. അതിൻ്റെ ഗുണം എന്താണ്? അപ്പോഴേക്കും നമുക്കൊരു സ്റ്റഡിയും അതിനെക്കുറിച്ചുള്ള ഡേറ്റ, വളരെ നല്ല ഡേറ്റ അവൈലബിൾ ആണ്. അപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയി വരും. അപ്പോൾ വ്യാപകമായിട്ട് ഇന്ത്യയിലും യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ലാഗ് പീരീഡ് വളരെ കുറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡ്രഗും ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. വലിയ വില വ്യത്യാസമില്ലാതെ ചെറിയൊരു 1-2% വില വ്യത്യാസത്തിൽ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ രോഗം കണ്ടുപിടിക്കാനുള്ള ഫെസിലിറ്റി, ഫോർ എക്സാമ്പിൾ US-ലും UK-ലും ഒരാൾക്ക് പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് US, UK, ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ നമ്മൾ കാണാൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങളെന്തിനാ എവിടം വരെ വരുന്നത്, അവിടെ കാണിച്ചാൽ പോരെ? നമ്മുടെ ഒരു റുമറ്റോളജിസ്റ്റിനെ കാണണമെങ്കിൽ പലപ്പോഴും UK-ലൊക്കെ ആണെങ്കിൽ 1-1.5 വർഷമൊക്കെ ചിലപ്പം ഡിലേ വരും. മിനിമം ഡിലേ 5-6 months ആണ്. ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ ആണെങ്കിൽ 1 വർഷം വരെ ഡിലേ വരാം. അതുപോലെ പല വികസിതമായ ഡെവലപ്ഡ് കൺട്രീസിലും ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിലേ ഇൻ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ പലപ്പോഴും 3 മാസമോ 6 മാസമോ ഒക്കെ എടുക്കും ഡോക്ടറെ കാണാൻ. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടൊരു ടെസ്റ്റ്, ഫോർ എക്സാമ്പിൾ MRI ഒക്കെ എഴുതിയാൽ ചിലപ്പോൾ വീണ്ടും 3 മുതൽ 6 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആർത്രൈറ്റിസ് അവർക്കൊരു എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തൊരു അസുഖമാണ്. അവിടെയൊക്കെ ഒരു സന്ധികളിൽ വേദന ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, പെയിൻ കില്ലർ കഴിച്ചിരിക്കും, അതിനുശേഷം അപ്പോയിൻമെൻറ്റ് കിട്ടും. അപ്പോയിൻമെൻറ്റ് കിട്ടുക, ഡോക്ടറെ കണ്ട് ടെസ്റ്റ് കണ്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ഫ്ലോയിൽ എത്താനായിട്ട് 1 വർഷം വരെയൊക്കെ എടുക്കാം. അപ്പോൾ ആക്സസ് ടു ദ കെയർ അല്ലെങ്കിൽ ആക്സസ് ടു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഡോക്ടറെ കാണാനും അപ്പോയിൻമെൻറ്റ് കിട്ടാനും ചികിത്സിക്കാനുമുള്ള നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് പുറത്തുള്ള രാജ്യങ്ങളെക്കാൾ മച്ച് ബെറ്ററാണ്, ഒരു സംശയമില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം, ആക്സസ് ടു ടെസ്റ്റ്, രോഗം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുടെ അവൈലബിലിറ്റി. ലോകത്തെവിടെയും അവൈലബിൾ ആയ ടെസ്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതിപ്പം അത് അവൈലബിൾ ആണെന്ന് മാത്രമല്ല, അതൊരു ഫ്രാക്ഷൻ ഓഫ് കോസ്റ്റിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ US-ലും UK-ലും ഒരു ANA ഒക്കെ ചെയ്യണേ, ഒരു MRI ചെയ്യണമെന്ന് തന്നെ വിചാരിക്കാം. MRIയുടെ അവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 40,000-50,000 രൂപയ്ക്ക് ആകും. പക്ഷേ ഇവിടെയാണെങ്കിൽ അതിൻ്റെ 1/10 കോസ്റ്റ്, അത് 5,000-6,000 രൂപയ്ക്ക് 4,000-5,000 രൂപയ്ക്കൊക്കെ പലപ്പോഴും നല്ലൊരു ക്വാളിറ്റി MRI നമുക്ക് നാട്ടിൽ ചെയ്യാൻ സാധിക്കും. ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഡോക്ടർമാരെ കാണാനുള്ള ഫെസിലിറ്റി ആണെങ്കിലും ഇന്ത്യയിൽ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് വളരെ നല്ലതാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു മൈനസ് എന്ന് പറയുന്നത്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ഡ്രഗ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആകാനായിട്ട് 1-2 വർഷത്തെ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് പലപ്പോഴും വേണ്ടി വരുന്നത് സാധാരണ 1, 2, 3 ലെവൽ ഡ്രഗ് കഴിയുമ്പോഴാണ് ഈ 3ാമത്തെ ലെവൽ ഡ്രഗൊക്കെ വേണ്ടി വരുന്നത്. ഈ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മരുന്നുകൾ വർക്ക് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അത് വേണ്ടി വരുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ആ 1% ആളുകൾ, ഫോർ എക്സാമ്പിൾ SLEയിൽ ഇപ്പോൾ ബെലിമുമാബ് എന്ന മരുന്നാണ് ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തത്. നമ്മുടെ സെൻറ്ററിൽ 1-2 പേർക്ക് നമ്മളതിന് മുമ്പ് ബെലിമുമാബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും ഇമ്പോർട്ട് ചെയ്താൽ കൊടുക്കുന്നത്. പക്ഷേ അവിടുത്തെ കോസ്റ്റ്, ഫോർ എക്സാമ്പിൾ ആനുവൽ കോസ്റ്റ് ബെലിമുമാബ് എന്ന് പറയുന്ന മരുന്നിന് വരുന്നത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ 8 ലക്ഷം രൂപയാണ്. ഇന്ത്യയിലും ഏകദേശം 8-8.25 ലക്ഷം രൂപ. ആ ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് ചാർജ് മാത്രം കൂടുതൽ കൊടുത്താൽ മതി. ഇന്ത്യയിൽ ഇതപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ആർത്രൈറ്റിസ് രോഗിക്ക് ഇന്ത്യയിൽ വെച്ച് ആർത്രൈറ്റിസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് പുറത്തുള്ള പേഷ്യൻറ്റിന് കിട്ടുന്ന ഔട്ട്കമിനേക്കാളും ഏകദേശം നല്ലതാണ്, അല്ലേ അത്രയും തന്നെ ഉണ്ടെങ്കിൽ അതിനേക്കാളും നല്ലതാണ്. എന്തുകൊണ്ടാണത്? ബിക്കോസ് അവരുടെ അസുഖം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അവരുടെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് വളരെ പെട്ടെന്ന് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് കിട്ടുന്നു.
വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഗൾഫിലൊക്കെ പോകുന്ന പേഷ്യൻ്റ് നമ്മൾ പറയും മെത്തോട്രെക്സേറ്റ് കഴിക്കുന്നതാണ്, നിങ്ങൾ CBCയും ക്രിയാറ്റിനൊക്കെ ചെയ്യണം, ഒരു 3 മാസം കഴിയുമ്പോൾ ചെയ്ത് അയക്കാമെന്ന് പറയും. പക്ഷേ ആ ടെസ്റ്റിന് അവർ പലപ്പോഴും രോഗികൾ അത് അയക്കാറില്ല. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ച് ഇതിൽ പറയും ഇങ്ങനെ കഴിക്കരുത്, നിങ്ങൾ ടെസ്റ്റ് ചെയ്യണ്ടേ, ടെസ്റ്റ് ചെയ്തതിൽ ബുദ്ധിമുട്ടാക്കാണ് സൈഡ് എഫക്റ്റ് ഒന്നും നമ്മൾ അറിയില്ല. അപ്പോൾ അവർ പറയുന്നത് ഒരു മാസത്തെ ടെസ്റ്റ് ഈ ഒരു CBCയും ക്രിയാറ്റിനും SGOT SGPT ESR തുടങ്ങിയ ടെസ്റ്റിന് അവിടെ ചെയ്യണമെങ്കിൽ 15,000 രൂപ അടുപ്പിച്ചാകും. കേരളത്തിലാണെങ്കിൽ ഒരു 500 രൂപയ്ക്ക് ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പം അത്രയും വ്യത്യാസമുണ്ട്. പിന്നെ ആക്സസ് ടു ഡോക്ടേഴ്സ് വളരെ കൂടുതലാണ്. ഡ്രഗ്സിൻ്റെ ഒരു അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ദർ ഇസ് എ ലാഗ് പീരീഡ്, 1-2 വർഷത്തിൻ്റെ ഒരു ലാഗുണ്ട്. പുറത്ത് കിട്ടി തുടങ്ങി 2 കൊല്ലം കഴിയുമ്പോഴേക്കാണ് ഇന്ത്യക്ക് കിട്ടുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അത് നല്ലതാണ്. കാരണം പുറത്ത് ട്രൈ ചെയ്ത് ഒരു കുറേ രോഗികൾ അതെടുത്ത് അതിൻ്റെ റിസൾട്ടൊക്കെ പുറത്ത് വന്ന ശേഷമാണ് ഇന്ത്യ വരുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയിലൊരു ആർത്രൈറ്റിസ് ഇമ്മ്യൂണോളജിക്കൽ ചികിത്സയിൽ, റുമറ്റോളജിയുടെ ചികിത്സയിൽ ഒരുമാതിരി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ആളുകൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ.